വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ്. മലയാളം സിനിമ സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് സ്വാസിക വിജയ്. പൂജ വിജയ് എന്നാണ് അവരുടെ ശരിക്കുമുള്ള പേര്. അവർ അഭിനയ രംഗത്തേക്ക് എത്തുമ്പോൾ പേര് മാറ്റി സ്വാസിക വിജയ് എന്നാക്കി മാറ്റുകയായിരുന്നു. വൈഗ എന്ന ഒരു തമിഴ് ചിത്രത്തിൽ കൂടിയാണ് അവർ അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് അവർ ഒന്ന് രണ്ട് തമിഴ് സിനിമകളിൽ കൂടി അഭിനയിച്ചു. പിന്നീട് അവർ അയാളും ഞാനും തമ്മിലെന്ന ലാൽ ജോസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ സംവൃത സുനിൽ നായികയായ സിനിമയിലൂടെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ അവർ അഭിനയിച്ചു. പ്രഭുവിൻ്റെ മക്കൾ, ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന തുടങ്ങി നിരവധി സിനിമകളിൽ, ആറാട്ട് തുടങ്ങി അങ്ങനെ ചെറുതും വലുതുമായ പല വേഷങ്ങൾ അവർ ചെയ്തു. വാസന്തി എന്ന ഒരു ചിത്രത്തിലൂടെ അവർ മികച്ച നടിക്കുള്ള അവാർഡും അവർ നേടിയെടുത്തു. അങ്ങനെ അവർ സിനിമയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്. സിനിമയോടൊപ്പം തന്നെ സീരിയൽ രംഗത്തും അവർ സജീവമായിരുന്നു. അവർ സീത എന്ന സീരിയലിൽ കൂടിയാണ് മലയാളി പ്രേക്ഷകരുടെ കുടുംബ സദസ്സുകൾക്ക് സ്വാസിക പ്രിയങ്കരിയായി മാറിയത്. സ്വാസികയെക്കുറിച്ച് പല ഗോസിപ്പുകളും പല കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. നടൻ ഉണ്ണി മുകുന്ദനുമായി ചേർത്ത് ചില ഗോസിപ്പുകൾ ഒരു കാലത്ത് വന്നിരുന്നു. ഉണ്ണി മുകുന്ദനെ സ്വാസിക വിവാഹം കഴിക്കാൻ പോകുന്നു, എന്നാൽ പിന്നീട് സ്വാസിക ഉണ്ണി മുകുന്ദൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. അങ്ങനെ പല പല ഗോസിപ്പുകളും ഇട്ടുള്ള സ്വാസിക ഇപ്പോൾ ഇതാ അവസാനം വിവാഹിതയാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ജനുവരി 26-ന് സ്വാസികയുടെ വിവാഹമാണ്. അതും പ്രേമ വിവാഹം തന്നെയാണ്. പ്രേം ജേക്കബ് എന്ന് പറയുന്ന ഒരു സീരിയൽ താരത്തെയാണ് സ്വാസിക വിവാഹം കഴിക്കുന്നത്. അടുത്തിടെയാണ് സ്വാസിക ഒരു TV ചാനലിലെ പരിപാടിക്കിടയിൽ, അമൃത TVയിലെ ഒരു പരിപാടിക്കിടയിലാണ് തൻ്റെ വിവാഹത്തെക്കുറിച്ച് സ്വാസിക വെളിപ്പെടുത്തിയത്. തൻ്റെ പ്രണയത്തെക്കുറിച്ചും പ്രേം ജേക്കബിനെ പ്രപ്പോസ് ചെയ്തത് താൻ തന്നെയാണെന്നാണ് സ്വാസിക പറയുന്നത്. കാരണം സ്വാസികയും പ്രേം ജേക്കബും ഒന്നിച്ചൊരു സീരിയൽ വർക്ക് ചെയ്തു. ആ സമയത്ത് പ്രേം ജേക്കബിനോട് സ്വാസികയ്ക്ക് ഇഷ്ടം തോന്നി. പ്രേം ജേക്കബിൻ്റെ സൗണ്ട് സ്വാസികയെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. പിന്നീട് അങ്ങനെ എപ്പോഴും കാണും, ചിരിക്കും, സംസാരിക്കും. അതിൻ്റെ ഷെഡ്യൂൾ കഴിഞ്ഞ് ആ സീരിയലിൻ്റെ ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി എന്നായിരുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായി. അങ്ങനെ അവസാനം ഇപ്പോഴത്തെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. ജനുവരി 26-ന് ഞങ്ങൾ വിവാഹിത ആവുകയാണെന്നാണ് സ്വാസിക പറയുന്നത്. ജനുവരി 26-നാണ് വിവാഹം നടക്കുന്നത്. സ്വാസികയോടൊപ്പം മനം പോലെ മംഗല്യം എന്ന സീരിയലിലാണ് പ്രേം ജേക്കബ് വേഷമിട്ടത്. എന്തായാലും സ്വാസികയുടെ വിവാഹം പ്രഖ്യാപിച്ചതോടെ ആരാധകരൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം തങ്ങളുടെ ഈ പ്രിയപ്പെട്ട നായികയെക്കുറിച്ച് വളരെ വലിയ വലിയ ഗോസിപ്പുകളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഗോസിപ്പുകളൊക്കെ ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. ചില ആരാധകർ, നമ്മുടെ യുവനടൻ ഉണ്ണി മുകുന്ദൻ്റെ ആരാധകർ, എന്തായാലും ഉണ്ണി മുകുന്ദൻ രക്ഷപ്പെട്ടു. എല്ലാ കാലത്തും ഉണ്ണി മുകുന്ദനെ ചേർത്താണ് സ്വാസികയുമായിട്ട് ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ വന്നിരുന്നത്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്തായാലും രക്ഷപ്പെട്ടു. സ്വാസിക നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്രേം ജേക്കബുമായുള്ള സ്വാസികയുടെ വിവാഹ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെയാണ് ആരാധകർ ആശംസിക്കുന്നത്. സ്വാസിക സിനിമയോടൊപ്പം തന്നെ സീരിയലും ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഒരു നടിയാണ്. സിനിമയിൽ ചെറുതും വലുതുമായ പല വേഷങ്ങളും അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൂപ്പർ താരങ്ങൾക്കെല്ലാം ഒപ്പം അവർ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം, മോഹൻലാലിനൊപ്പം ഏറ്റവും അവസാനം ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ, അതിനു മുമ്പ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ സിനിമയിൽ, അങ്ങനെ നിരവധി സിനിമകളിൽ വളരെ വ്യത്യസ്തമായ പല വേഷങ്ങളും സ്വാസിക ചെയ്തിട്ടുണ്ട്. സ്വാസിക പലപ്പോഴും തൻ്റെ ഫോട്ടോഷൂട്ടുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. കൂടുതലും ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളിൽ അവരെത്താറുണ്ട്. അല്ലാതെ തന്നെ സാധാരണ ഫോട്ടോഷൂട്ടുകളിലും സാരി ധരിച്ചുമൊക്കെ അവരെത്താറുണ്ട്. അവർക്ക് നിറയെ ആരാധകരുമാണ്. സ്വാസികയ്ക്ക് നിറയെ ഫാൻസുകളുണ്ട്, ഫാൻസ് പേജുകളുണ്ട്. അപ്പോൾ സ്വാസിക സീരിയലിൽ സീത എന്ന് പറയുന്ന സീരിയലിലൂടെയാണ് സ്വാസിക കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരിയായി മാറിയത്. പിന്നീട് അവർ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു. ഒരേ സമയം തന്നെ സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചുകൊണ്ട് പോകുന്ന ഒരു നടി എന്ന നിലയ്ക്കാണ് അവർ അറിയപ്പെടുന്നത്. അടുത്തിടെ അവർ അഭിനയിച്ച ഒരു സിനിമയിൽ അല്പസ്വല്പം എക്സ്പോസീവായി അഭിനയിച്ചു എന്ന് പറഞ്ഞ ചില വിവാദങ്ങളിലൊക്കെ അവർ പെട്ടിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ചതുരം എന്ന സിനിമയിലായിരുന്നു. ഈ സിനിമയിൽ അരുൺ സിയറിനോടൊപ്പവും അതുപോലെ തന്നെ മറ്റൊരു നായക നടനൊപ്പം അവർ കുറച്ച് ഓപ്പണായിട്ട് അഭിനയിച്ചിരുന്നു. അന്ന് കുറേ വിവാദങ്ങളിലൊക്കെ അവർ പെട്ടിരുന്നുവെങ്കിലും ആ സിനിമയിലൂടെ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. വാസന്തി എന്ന സിനിമയിൽ കൂടി അവർ അവാർഡ് നേടിയെടുക്കുകയും ചെയ്തു. എന്തു തന്നെയായാലും ഇപ്പോൾ പ്രേം ജേക്കബിൻ്റെ ജീവിത സഖിയായി സ്വാസിക മാറുകയാണ്. സ്വാസികയ്ക്ക് എല്ലാവരും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനുവരി 26-ന് സ്വാസിക വിവാഹിതയാവും. അതോടുകൂടി എല്ലാ ഗോസിപ്പുകൾക്കും അവസാനമാകുന്നു. പ്രണയവിവാഹത്തിലേക്ക് കടക്കുന്ന സ്വാസികയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടാണ് ആരാധകർ എത്തുന്നത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.